നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ്, തിങ്കളാഴ്ച ദിവസം. നാളെ ചന്ദ്രൻ നിൽക്കുന്നത് കർക്കിടകം രാശിയിലാണ്, ആയില്യം നക്ഷത്രം. ആയില്യത്തിന്റെ ദേവത എന്ന് പറയുന്നത് തന്നെ സാക്ഷാൽ നാഗദേവങ്ങളാണ്, ബുധന്റെ നക്ഷത്രം കൂടിയാണ്. അപ്പോൾ നാളത്തെ ദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണകരമായ ഫലങ്ങൾ വരുന്നത് എന്നതിലേക്ക് നമുക്ക് കടക്കാം. തിങ്കളാഴ്ചയാണ്, ആയില്യ ദിവസം കൂടി ആയില്യ നക്ഷത്രം കൂടി ചേർന്ന് വരുന്ന ദിവസമായതുകൊണ്ട് തന്നെ ശിവഭഗവാന്റെ അനുഗ്രഹം കൂടുതലായി വന്നു ചേരുന്ന ഒരു ദിവസമാണ് നാളെ. കാരണം കഴുത്തിൽ പാമ്പിനെ ധരിച്ചിട്ടുള്ള ആളാണ് സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ, തിങ്കൾ കലാധരൻ. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെയേറെ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഫലങ്ങൾ നമ്മൾ ഭക്തരിലേക്ക് എത്തിക്കുന്നതാണ്. ഇനി ആയില്യ നക്ഷത്രം കൂടി ആയതിനാൽ ഒരു തീഷ്ണ നക്ഷത്രമാണ് ആയില്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ശാന്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്കൊന്നും മുതിരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു പെണ്ണ് കാണൽ ചടങ്ങ്, അല്ലെങ്കിൽ വീട് പാലുകാച്ചൽ, ഇതൊക്കെ ഇങ്ങനെയുള്ള ശാന്തതയുള്ള കാര്യങ്ങൾക്കൊന്നും നാളത്തെ ദിവസം അത്ര നല്ല ഫലമായി കാണുന്നില്ല. എന്നാൽ അതേസമയം തന്നെ കുറച്ച് തൻ്റെ ഇടത്തോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് തർക്കങ്ങൾ, അല്ലെങ്കിൽ തർക്കങ്ങളൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കൽ, ശത്രുക്കളെ നേരിടാൻ പോകുന്നത്, പഴയ കടങ്ങൾ പിടിച്ചെടുക്കുക, അതായത് പഴയ നമ്മൾ കടം കൊടുത്തിട്ട് അത് തിരിച്ചു വാങ്ങിക്കാൻ പോകുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ, തീഷ്ണമായ കാര്യങ്ങൾക്കൊക്കെ നാളെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം ആരെങ്കിലുമൊക്കെ നമ്മളോട് വാക്ക് തർക്കത്തിന് വന്നാൽ പോലും നമുക്ക് വിജയം കാണാനായിട്ട് കൂടുതൽ സാധ്യതയുള്ള ഒരു ദിവസവും നക്ഷത്രവും കൂടിയാണ് നാളെ വരുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ചിലപ്പോൾ നാക്ക് തന്നെ ശത്രുവായി മാറാൻ, അതായത് പണി തരാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾക്ക് നാളത്തെ ദിവസം വളരെ ശുഭകരമായ ഫലങ്ങളാണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് നല്ല വാർത്തകൾ കേൾക്കാൻ യോഗമുള്ള ആയില്യ നക്ഷത്രമായതിനാൽ തന്നെ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണകരമായ ഫലങ്ങൾ വരുന്നത് എന്ന് നോക്കിയാൽ അതിൽ ആദ്യത്തെ 2 നക്ഷത്രങ്ങളായിട്ട് വരുന്നത് തൃക്കേട്ടയും രേവതിയുമാകുന്നു. അതായത് തൃക്കേട്ട രേവതി നക്ഷത്രക്കാരുടെ അതേ ഗ്രൂപ്പിലുള്ള നക്ഷത്രം കൂടിയാണ് ഈ ആയില്യം എന്ന് പറയുന്നത്, ബുധന്റെ നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാളത്തെ ദിവസം കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായി ചെയ്തു പോകാൻ സാധിക്കുന്നതാണ്. വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോളുകളോ അല്ലെങ്കിൽ മെയിലോ ഒക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠിത്തത്തിൽ നല്ല മികവ് പുലർത്താൻ നാളത്തെ ദിവസം സാധിക്കും. ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ടതായ കളികളൊക്കെ ഉണ്ടല്ലോ, ഈ ചെസ്സ് പോലെയൊക്കെ ഉള്ളത്, അങ്ങനെ അതേപോലെ ബിസിനസ് തന്ത്രങ്ങൾ മെനയുന്നതിനുമൊക്കെ തൃക്കേട്ട രേവതി നക്ഷത്രക്കാർക്കൊക്കെ നാളത്തെ ദിവസം വളരെയധികം ഉത്തമമായിരിക്കും. ഇനി വിശാഖം അനിഴം നക്ഷത്രക്കാർക്ക്, വൃശ്ചികം രാശിക്കാരായ ആളുകൾക്ക് നാളെ ചന്ദ്രൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നതിനാൽ തന്നെ വിചാരിച്ച പണമൊക്കെ കൈവന്ന് ചേരാനുള്ള സാധ്യത കൂടുതലാണ്. പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനും അവരുമായിട്ട് അല്പം നല്ല ഭക്ഷണം കഴിക്കാനും നല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കാനും സന്തോഷിക്കാനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. ഇനി പുണർദം പൂയം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ സ്വന്തം രാശിയിൽ തന്നെയാണ് ചന്ദ്രൻ നിൽക്കുന്നത്, അതായത് ജന്മചന്ദ്രൻ നിൽക്കുന്നത്. അതുകൊണ്ട് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയിൽ ചെയ്ത് തീർക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ മറ്റുള്ളവരുടെ ശ്രദ്ധ, ആകർഷണം, ഇതൊക്കെ പിടിച്ചു പറ്റാനായും നിങ്ങൾക്ക് നാളത്തെ ദിവസം സാധിക്കും. അപ്പോൾ ഇവിടെ നാളെ ബുധാദിത്യ യോഗം പോലെ ബുദ്ധിയും വാക്കും തെളിയുന്ന ഒരു ദിവസം കൂടി ആയതിനാൽ തന്നെ ഇന്റർവ്യൂവിന് പോകുന്ന ആളുകളാണെങ്കിലും നാളത്തെ ദിവസം മികച്ചതായ പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി സൂക്ഷിക്കേണ്ടതായിട്ട്, അതായത് അല്പം ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരുണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കിയാൽ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർ, അതായത് ചന്ദ്രാഷ്ടമമാണ് നാളെ. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം കാര്യങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. 8ന്റെ പണിയൊക്കെ വന്നു ചേരും എന്ന് പറയില്ലേ, അതേപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുന്നുണ്ട്. വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുകയാണ്. ഭാര്യ ഭർത്താവിനോടാകട്ടെ, ഭർത്താവ് ഭാര്യയോടാകട്ടെ വഴക്കിനൊന്നും പോകാതിരിക്കാൻ ശ്രമിക്കുക. നാളെ ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുകൾ ഉണ്ടായാൽ അത് പിന്നീട് കുറച്ച് ദിവസത്തേക്ക് പിണങ്ങിയിരിക്കേണ്ടതായ അവസ്ഥയിലേക്കൊക്കെ വരാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നാളത്തെ ദിവസം പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇനി അടുത്ത നക്ഷത്രം വരുന്നത് മകമാണ്. അതായത് ജന്മനക്ഷത്രത്തിന് തൊട്ടു മുൻപുള്ള നക്ഷത്രമാണല്ലോ മക നക്ഷത്രക്കാർക്ക് ആയില്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ അലച്ചിലൊക്കെ നാളെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. വിചാരിച്ച കാര്യങ്ങളൊക്കെ അതേ സമയത്ത് നടക്കാത്തതിനാൽ ഒരു ടെൻഷനൊക്കെ വരാനോ, അതായത് എവിടെയും ചെന്നാൽ ഒരുപാട് സമയം അങ്ങനെ നിൽക്കേണ്ടി, നമ്മൾ പറയാറുള്ളൊരു കാര്യത്തിന് ചെന്നാൽ എളുപ്പം വരുന്നത് അത് ക്യൂ നിൽക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന്
ശ്രമിച്ചു നോക്കുക. അതേപോലെ ആയിരിക്കും നാളെ അല്പം ക്യൂ നിൽക്കേണ്ടതായ സമയം വരിക, അല്ലെങ്കിൽ ബസ് കിട്ടാൻ ലേറ്റ് ആവുക, അല്ലെങ്കിൽ ബസ്സിനകത്ത് നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതായി വരിക. അങ്ങനെയുള്ള ചെറിയ ചെറിയ അലച്ചിലുകൾ, അത് നിമിത്തം ലേറ്റ് ആകേണ്ട അവസ്ഥ ഒക്കെ വരാനുള്ള സാധ്യത, ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം ക്ഷമിച്ചും സഹിച്ചും ഒക്കെ മുന്നോട്ട് പോവുക. എടുത്തുചാട്ടത്തിനൊന്നും ശ്രമിക്കേണ്ട. നാളത്തെ ദിവസം അത്ര നല്ല അനുകൂല ഫലമല്ല തരുന്നത് എന്നത് ഇപ്പോഴേ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അശ്വതി നക്ഷത്രക്കാർക്കാണെങ്കിൽ നാളെ ചന്ദ്രന്റെ ആ ഒരു ദൃഷ്ടി വരുന്നത് രോഗസ്ഥാനത്തായതിനാൽ തന്നെ പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം. നാളെ ദഹനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വയറുമായി ബന്ധപ്പെട്ടൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുള്ളതിന് വീട്ടിലുള്ള ഭക്ഷണം, കഞ്ഞിയും പയറും ആണെങ്കിൽ അത് തന്നെ കഴിക്കുന്നതായിരിക്കും നാളത്തെ ദിവസം ഏറ്റവും അധികം ഉത്തമമായിട്ട് വരുന്നത്. ഈ നാളെ ആയില്യം ആയതുകൊണ്ട് തന്നെ എല്ലാ നക്ഷത്രക്കാരും വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതായ ചില പ്രധാന കാര്യങ്ങളുണ്ട്. അതുകൂടി നമുക്കൊന്ന് നോക്കാം. അതായത് നാളെ ചെയ്യാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ ആദ്യം ഒന്ന് പറയാം. നാളെ ആർക്കും പണം കടമായി കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. എന്തെന്നാൽ ആയില്യം ദിവസമായതിനാൽ തന്നെ കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരും. ചിലപ്പോൾ മിക്കവാറും കിട്ടാനുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നാളത്തെ ദിവസം ആർക്കും പണം കടമായി കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം. അതേപോലെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങി ധരിക്കുന്നതിനും നാളത്തെ ദിവസം അത്ര അനുയോജ്യമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് പുത്തൻ ഉടുപ്പിടാനുള്ള അല്ലെങ്കിൽ വാങ്ങാനുള്ള നാളത്തെ ആ ഒരു തീരുമാനം പിറ്റേ ദിവസത്തേക്ക് മാറ്റുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ട് കാണുന്നത്. കൂടാതെ വടക്ക് ദിശയിലേക്ക് യാത്ര വലിയ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അല്ലാത്ത പക്ഷം വടക്ക് ദിശയിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നാളത്തെ ദിവസം ഉത്തമം. ഇനി നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് കാവോ അടുത്ത് നാഗക്ഷേത്രങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ പോയി തൊഴുന്നത് നാളെ ദോഷങ്ങൾ മാറാൻ സഹായിക്കും. അതല്ല ക്ഷേത്രത്തിൽ പോകുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് ഓം നമഃ ശിവായ ജപിച്ചാലും മതി. നാഗങ്ങളുടെ അപ്പനാണല്ലോ, തലതൊട്ട അപ്പനാണല്ലോ സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ. അപ്പോൾ വീട്ടിലിരുന്നായാലും 108 ഉരു നാളെ ഓം നമഃ ശിവായ ജപിക്കാനായിട്ട് ഏവരും ശ്രമിക്കുക. ഇനി ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ വെറും കൈയോടെ പോകരുത്. അല്പം പാലോ മഞ്ഞളോ ഒക്കെ നാഗക്ഷേത്രത്തിൽ കൊണ്ടുപോകുക. കാരണം സർപ്പങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം പാലും മഞ്ഞൾ ഇവയൊക്കെയാണല്ലോ. പിന്നെ ശ്രദ്ധിക്കേണ്ട, അല്പനേരത്തേക്ക് ഒരു മൗനവ്രതമൊക്കെ എടുക്കുന്നത് നാളത്തെ ദിവസം ഉത്തമമാണ്. വായ തുറന്ന് അബദ്ധങ്ങൾ പറയുകയോ അബദ്ധത്തിൽ ചെന്ന് ചാടുകയോ ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണല്ലോ അല്പനേരത്തേക്ക് ഒരു മൗനവ്രതം ആചരിക്കുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ആയില്യം നക്ഷത്രമാണെന്ന് കരുതി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓരോ നക്ഷത്രങ്ങളും നമുക്ക് ഗുണം തരുന്നതുമുണ്ട്, എന്നാൽ അല്പം നമ്മളെ ഇട്ട് വലയ്ക്കുന്നതുമുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ആയില്യം നക്ഷത്രമായതിനാൽ അല്പം വലച്ചിലുകൾ വരാനും എന്നാൽ ഗുണകരമായ ഫലങ്ങൾ വരാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരും ഉണ്ട്. എങ്കിലും പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം പെരുമാറേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു തന്നത്. ഏത് നക്ഷത്രമായാലും ഏത് തിഥിയായാലും നമ്മളുടെ ബുദ്ധി കൂടി നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ ശുഭകരമായ ഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ. ഏത് കാര്യത്തിനായാലും എടുത്തുചാട്ടം ഒരു ദിവസവും പാടുള്ളതല്ല. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ശാന്തതയോടുകൂടി മുന്നോട്ട് പോവുക. കൂടാതെ മൂലം, പൂരാട, ഉത്രാട നക്ഷത്രക്കാർ പ്രത്യേക എടുത്തുചാട്ടം ഒന്നും പാടില്ല എന്നതുകൂടി നാളത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പാലിച്ച് മുന്നോട്ട് പോവുക. കമന്റ് ബോക്സിൽ ഓം നമഃ ശിവായ എന്ന് കുറിക്കാനും ആരും മറക്കാതിരിക്കുക. നന്ദി.